ഹലോ ഗൈസ്, ഇന്നൊരു ഞായറാഴ്ച ഉണ്ട് വൈഫിനെയും കൂട്ടി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാനന്തവാടിയിലെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള നഗരവനത്തിലേക്കാണ് ഞങ്ങൾ ചെന്നത്. ഇത് കാടിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്നിട്ട് സ്വസ്ഥമായി ഇരുന്ന് കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കപ്പിൾസിനും എല്ലാവർക്കും വരാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കേട്ടോ. 90 രൂപയാണ് ഞാൻ 2 പേർക്ക് ചാർജ് ചെയ്തത്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ കുറേ കൈവരിയും സ്റ്റെപ്പൊക്കെ കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റെപ്പുകൾ. താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ്. കാടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് കുറേ ബോർഡുകളൊക്കെ കാണാം. മാനന്തവാടി ടൗണിൻ്റെ പഴയൊരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മരത്തിൻ്റെ മുകളിൽ. നല്ല കൗതുകമുള്ള കാഴ്ചയായിരുന്നു. വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് വഴിയിൽ കേട്ടോ. അടിപൊളി കാഴ്ച. അടുത്തൊരു ഏറുമാടാണ് കേട്ടോ. നല്ല മുള കൊണ്ടൊക്കെ ഭംഗി ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കോഫി ഷോപ്പുണ്ട്. ഐസ്ക്രീം വാങ്ങുന്നവർക്കൊക്കെ വാങ്ങാം. പിന്നെ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ കുറേ നല്ല വാക്കുകളൊക്കെ മരത്തിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കൂടാരം പോലെയുള്ള വഴി, നല്ല രസമുണ്ടേ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ കപ്പിൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്റ്റെപ്പൊക്കെ കയറി പോകുമ്പോൾ വയനാടിനെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ മരത്തിലേക്ക് തൂക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വായിക്കുന്നവർക്ക് വായിക്കാം. പെട്ടെന്ന് മുന്നിൽ അതൊരു പുലി, അതൊരു പ്രതിമയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ പ്രതിമ. അങ്ങനെ തൊട്ടപ്പുറത്തൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. നല്ല ഭംഗിയുള്ളൊരു ഊഞ്ഞാൽ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. എല്ലാവർക്കും എൻജോയ് ചെയ്യാം കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടം കാട്ടിനുള്ളിൽ. ഇത് സിമെൻറ്റൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ്, എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല നാച്ചുറലായിട്ട് തോന്നി. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ നമ്മൾ ഈ പാർക്കിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഗുഹയാണ്, സിമെൻറ്റിൻ്റെ ഗുഹ കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഒരു കലാകാരൻ്റെ നല്ലൊരു സൃഷ്ടി. അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ചെന്നത് നേരെ കേക്ക് വേൾഡിലേക്കാണ് കേട്ടോ. ക്ഷീണമൊന്നും മാറ്റാനായിട്ട് ലൈമും ചട്ടിപ്പത്തിരിയും സാൻഡ്വിച്ചും ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന സമയത്ത് ഇത് ഐറ്റംസൊക്കെ വന്നിട്ട് മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ചട്ടിപ്പത്തിരി ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, ലൈമുണ്ട്, ഇതാ ചട്ടിപ്പത്തിരി. അങ്ങനെ അതൊക്കെ കഴിച്ച ശേഷം നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ, സി, ഗുഡ് നൈറ്റ്.